ഇന്നിപ്പോൾ സജീഷേട്ടൻ പോയതിന് പിന്നാലെ തന്നെ നമ്മൾ കുഞ്ഞൂസ് ഇതുവല്ലോ ഉണർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നിപ്പം 31 ഞാൻ പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഒരു ഡേയും കൂടിയുള്ളൂ സ്കൂള് തുറക്കാൻ. അപ്പം രാവിലെ തന്നെ എണീറ്റ് ചായ കുടിക്കുന്നതിന് മുന്നേ കണ്ടെ കളിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പം ഇന്നലെ ബുക്കെല്ലാം വാങ്ങുന്ന സമയത്ത് വാങ്ങിയതാണേ ക്യാരം ബോർഡ്. ഉപ്പുമാവായതിനെ കൊണ്ട് തന്നെ ഒരു പിൻവലി മക്കൾക്കെല്ലാം ഉണ്ട് കേട്ടോ. എന്നാലും ഒരു ദിവസമല്ലേ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഒരു ദിവസം കറിയും കൂട്ടി അതിനെ കൊണ്ട് കുഴപ്പമില്ലാണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഞാനും കൂടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ നല്ല മഴയുള്ള ദിവസമായതിനെ കൊണ്ട് തന്നെ എല്ലാ കളിയും ഇപ്പം അകത്ത് തന്നെ ഇരുന്നിട്ടാട്ടോ. പിന്നെ ഉച്ചയ്ക്ക് നമ്മളെ സാമ്പാറും കേബേജിൻ്റെ ഉപ്പേരിയും നാരങ്ങേൻ്റെ അച്ചാറൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ടോ. ഞാനും സിദ്ധുവും കൂടി ഇരുന്നാണ് ഫുഡ് കഴിച്ചത്. പണ്ടൊക്കെ വ്രതം എടുക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാനിരുന്ന സ്ഥലത്ത് നിന്ന് എണീറ്റ് പോകരുതെന്നൊക്കെ പറയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും ഓനും കൂടെ എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് എൻ്റെ കൂടെ ഓനിരുന്നു കേട്ടോ. പിന്നെ ദേവു ഇന്ന് കൊയിലാണ്ടിക്ക് പോവുകയാണ്. ഓളും ഞാനും ഈ വ്രതം എടുത്തിട്ടുണ്ട്. ഓക്കും നാളെ ബലിയിടണമല്ലോ. അതുകൊണ്ട് തന്നെ ഓള് പക്ഷേ ഇന്നേ പോവുക കേട്ടോ അവിടേക്ക്. ഓക്കൊരു ചാൻസ് കിട്ടി ഓളപ്പം ചാടിപ്പോകും കേട്ടോ. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു നാളെ രാവിലെ പുലർച്ചെ ഒരു 5:30-5:15 ഞാൻ ഇവിടുന്ന് പോയാലാണ് ഒരു 6:30 ആകുമ്പോഴത്തേക്ക് കൊയിലാണ്ടി എത്തിയിട്ട് ബലിയിടാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നാളെ വരാമെന്ന് വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടോ. അങ്ങനെ ഞാനും മക്കളെല്ലാം കൂടെ ദേവുവിനെ യാത്രയാക്കുകയാണ്. അപ്പോൾ ദേവ് പോവാൻ നിൽക്കുകയാണേ. എന്നാൽ ശരി അമ്മയെന്നും പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് വേഗം ചെരുപ്പൊക്കെ ഇട്ട് ഇറങ്ങിയിട്ട് പിന്നെ അവിടെ എത്തിയിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പിന്നും വന്നിട്ട് ഉമ്മ തരുന്ന പരിപാടി ഉണ്ട് കേട്ടോ. അവിടെ ദേവുവിന് കളിയാടാനും കഥ പറയാനും കനവിലൊരു ശലഭം അതിലാടും കാതോരമാര മൂളുന്നൊരീണം. പോവാൻ നേരത്തെ ഇറങ്ങിയാലും 100 വട്ടം തിരിഞ്ഞു നോക്കലും 100 വട്ടം ടാറ്റ പറയലും ഇവിടുത്തെ എല്ലാ മക്കൾക്കും ഒരു സ്ഥിരം പരിപാടി കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ സജീഷേട്ടൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു സാധനവും ഇല്ലായിരുന്നേ. നമ്മൾ ആദ്യം 1-ാം തീയതി ഒരുമിച്ച് സാധനം വാങ്ങിയിട്ട് പിന്നെ അടുത്ത 1-ാം തീയതി വരെ അത് ഒപ്പിക്കല പരിപാടി. എന്നാലും അതിൻ്റെ ഇടയ്ക്ക് 100 വട്ടം വാങ്ങും. എന്നാലും ഇതൊരു നിയമാട്ടോ സാധനം വാങ്ങാൻ പോവല്. വേറെ ഒന്നും വാങ്ങിയില്ലെങ്കിലും ചെറുപയർ, കടല, ഉഴുന്ന് പരിപ്പ് ഈ സാധനങ്ങളൊക്കെ ഞാൻ ഓരോരോ കിലോ വാങ്ങി വെക്കേ. ചെറുപയറും കടലയും നന്നായിട്ട് രാവിലത്തെ ചായക്കൂട്ടലിന് വേണമല്ലോ കറിയായിട്ട് എടുക്കാൻ. പിന്നെ പരിപ്പും ഉഴുന്ന് പരിപ്പും. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിർബന്ധമായിട്ടും 1-ാം തീയതി ഒരുമിച്ച് വാങ്ങും. പിന്നെ പഞ്ചസാര, സോപ്പ് പൊടി, സോപ്പ് പേസ്റ്റ്, ഈ സാധനങ്ങളും വെളിച്ചെണ്ണ ഇക്കാര്യങ്ങളൊന്നും ഒഴിവാക്കില്ല. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിവാക്കിയിട്ട് പിന്നെ സൈഷേട്ടൻ വരുമ്പം വാങ്ങുക കേട്ടോ ചെയ്യൽ സാധനങ്ങളൊക്കെ. അങ്ങനെ ഒരുപാട് മഴയുള്ളതിനെ കൊണ്ട് തന്നെ കോട്ടൊക്കെ ഇട്ടാന്നല്ലോ പോയത്. പിന്നെ അതിന് ശേഷം വന്നേരം പിന്നെ മക്കൾക്ക് ഞങ്ങൾക്കൊക്കെ ചപ്പാത്തി കേട്ടോ അന്ന് രാത്രി ഉണ്ടാക്കിയത്. ഞാൻ പറഞ്ഞില്ല അരി ഭക്ഷണം ഒരു നേരം ആക്കിയതിനെ കൊണ്ട് കരണ്ടും ഇല്ലായിരുന്നു. കരണ്ട് വന്നതിന് ശേഷം മക്കൾക്ക് ആദ്യം തന്നെ ഭക്ഷണം കൊടുത്ത് വിശക്കുന്നതെന്ന് പറഞ്ഞപ്പം പിന്നെ ഞാനും കുറച്ച് കഴിഞ്ഞ് ലേറ്റായിട്ടാണ് കഴിച്ച് കടന്നത് കേട്ടോ. പിന്നെ പിറ്റേന്ന് രാവിലെ നമുക്ക് പോകണമല്ലോ. പിറ്റേന്ന് രാവിലെ തന്നെ ഇതാ പുലർച്ചെ തന്നെ നല്ല മഴയാണ്. ഈ സമയത്ത് ഞാൻ കൊയിലാണ്ടിക്ക് പോകുക എന്ന് പറയുമ്പോൾ പിന്നെ നനഞ്ഞാലും കുഴപ്പമില്ല. നനഞ്ഞിട്ടാണല്ലോ നമ്മൾ എന്തായിട്ടും ബലിയിടുക, എന്തായിട്ടും കുളിക്കണമല്ലോ. ഇവിടുന്ന് കുളിച്ചിട്ടാട്ടോ ഞാൻ പോയത്. കുളിച്ച് ഡ്രസ്സ് മാറ്റി പോയിട്ട് അവിടുന്ന് മൊത്തത്തിൽ തലക്കൂടെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ബലിയിടാനിരുന്നു കേട്ടോ. ഒരുപാട് ഓർമ്മകളെയും എന്താ പറയുക സ്നേഹമൊക്കെ നഷ്ടപ്പെട്ടൊരു ദിവസം. അതിൻ്റെ വിഷമം നമ്മളെ മനസ്സിന്ന് ഒരിക്കലും മായാത്ത കേട്ടോ. നമ്മളെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതെന്ന് വെച്ചാൽ നമുക്ക് ഒന്നോടും നികത്താൻ പറ്റൂലല്ലോ. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കളെ അമ്മയില്ലാത്തതിൻ്റെ വിഷമമൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരുപാട് പ്രാർത്ഥനയും എല്ലാം വേണം എല്ലാവരോടും. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.